ഭർത്താവിന് സ്ഥലം മാറ്റം വന്നത് കാരണം നവദമ്പതികൾ പുതിയ താമസ സ്ഥലത്തേക്ക് എത്തി. രാവിലെ പ്രാതൽ കഴിക്കുന്നതിനിടയിൽ അവർ ജനൽ ചില്ലകളിലൂടെ പുറത്തേക്ക് നോക്കി. അയൽപ്പക്കത്തെ സ്ത്രീ വസ്ത്രങ്ങൾ ഉണക്കാൻ ഇട്ടിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പുറത്തെ സ്ത്രീക്ക് വസ്ത്രങ്ങൾ അലക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു, അവൾ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. ചിലപ്പോൾ അവളുടെ കുറ്റം കൊണ്ടായിരിക്കില്ല. അവൾ അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഗുണമേന്മ കുറഞ്ഞതായിരിക്കും. ഇങ്ങനെ അലക്കുന്നതിനേക്കാൾ നല്ലത് അലക്കാതിരിക്കുന്നതായിരിക്കും. ഒരു വൃത്തിയുമില്ല. എൻ്റെ അലക്കാത്ത വസ്ത്രങ്ങൾ ഇതിലും വൃത്തിയുള്ളതാണ്, അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് പുറത്തേക്ക് നോക്കി അവൾ ആ വസ്ത്രങ്ങളുടെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് ഓരോ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, ഹായ്, ഇന്ന് എത്ര വൃത്തിയായി വസ്ത്രങ്ങൾ അലക്കിയിട്ടിരിക്കുന്നു. അവസാനം അവൾ അലക്കാൻ പഠിച്ചു. അല്ലെങ്കിൽ ഗുണമേന്മയുള്ള സോപ്പ് വാങ്ങിക്കാണും. അതുമല്ലെങ്കിൽ അവളുടെ ഭർത്താവ് അലക്കിക്കാണും. അവൾ ഓരോന്നായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ പുതിയ ഈ വീടെല്ലാം വൃത്തിയാക്കി. അതുപോലെ നമ്മുടെ വീട്ടിലെ ജനൽ ചില്ലകളെല്ലാം തുടച്ചു വൃത്തിയാക്കി. ഭർത്താവ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നമ്മുടെ വീട്ടിലെ വൃത്തിഹീനമായ ജനൽ ചില്ലകൾക്കിടയിലൂടെ നോക്കിയപ്പോൾ അയൽ വീട്ടിലെ ഭംഗിയുള്ള കാഴ്ചകൾ വൃത്തിഹീനമായി തോന്നി. നമ്മുടെ കണ്ണട മോശം ആയിപ്പോയതിന് മറ്റുള്ളവർ എന്തു വിളിച്ചു? ചില മനുഷ്യർ ഇങ്ങനെയാണ്. വ്യക്തികളെയും പ്രശ്നങ്ങളെയും നോക്കിക്കാണുന്നത് അവരുടെ വീക്ഷണകോണിലൂടെയാണ്. നോക്കൂ, നമ്മുടെ മനോഭാവമാണ് ആദ്യം മാറേണ്ടത്. അത് മാറിയാൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി.